കർത്താവിന്റെ മണവാട്ടിയെ, കർത്താവിന്റെ വരവെങ്കിൽ പോകാനുള്ള വസ്ത്രം റെഡിയാണോ? ഒരു കല്യാണ പെണ്ണിനോട് നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ? സാരിയൊക്കെ എടുത്തോ? അല്ലേ? റെഡി ആയോ? ഈ ചോദ്യം അല്ലല്ലോ ഇന്ന്. ഇന്ന് നമ്മൾ ചോദിക്കുന്നുണ്ടാ, എടി നിനക്ക് വല്ല ജോലിയൊക്കെ ആയോ? കല്യാണമൊക്കെ അല്ലേ? കടമൊക്കെ വീട്ടിയോ? ഇതാ ഇപ്പൊ നമ്മുടെ അവസ്ഥ. ഒരുങ്ങിയോ എന്നല്ല. പണ്ടൊക്കെ ദൈവമക്കൾ കാണുമ്പോൾ ചോദിക്കുന്നത്, കർത്താവിന്റെ വരവായി ഒരുങ്ങിയോ? അഭിഷേകമൊക്കെ പ്രാപിച്ചോ? കൃപാവരങ്ങളൊക്കെ ജ്വലിപ്പിക്കുന്നുണ്ടോ? ഇന്ന് ചോദിക്കുന്നത് കഷ്ടതയാ. പ്രശ്നങ്ങളൊക്കെ മാറിയോ? കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ അടുത്ത് വന്നു, വല്ലോ ആയോ? ആദ്യം ഇതിനൊന്ന് തീരുമാനമാകട്ടെ, എന്നിട്ട് അവൻ കല്യാണം എന്ന് പറഞ്ഞിരിക്കുമോ നമ്മൾ. കാരണം എന്താ? നമുക്ക് പ്രാരാബ്ധങ്ങളായിന്ന്. ഞാൻ പറഞ്ഞു ഇന്ന് അതിനൊന്നും സമയമില്ല ദൈവമക്കളെ. ആദ്യം പെട്ടെന്ന് ആ പഴുപ്പൊക്കെ ഒന്ന് എടുത്തു കളഞ്ഞ് റെഡി ആയിട്ട്, അപ്പ എന്റെ ജീവിതത്തിൽ കുറവുണ്ടപ്പ. ഞാൻ പലപ്പോഴും ദൈവസന്നിധിയിൽ ദൈവദാസന്മാർ വന്ന് തലയെ കൈവെക്കുമ്പോ അങ്ങ് തീരുമാനം എടുക്കുക, കർത്താവേ ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിക്കോളാം, ഞാൻ അങ്ങയുടെ നാമത്തിന് വേണ്ടി ഇത് ചെയ്തോളാം. കർത്താവിന്റെ ദാസൻ വീട്ടിൽ ചെന്നു, നമ്മൾ അത് മറക്കുകയും ചെയ്തു. പിന്നെയും പിറ്റേ പ്രാവശ്യത്തെ മാസപ്രാർത്ഥന ഇത് വീണ്ടും വെളിപ്പെടുത്തുക. അപ്പൊ പറയും പിന്നെയും പോയി സമർപ്പിച്ച് ഫ്രണ്ട് നിൽക്കും, കർത്താവ് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. കർത്താവ് വീട്ടിൽ വരുമ്പോൾ ആദ്യം പറയും, മോളെ നീ കുറച്ച് ദിവസം എന്റെ സന്നിധി ഇരിക്കും. അയ്യോ കർത്താവ് ലീവ് കിട്ടത്തില്ല കേട്ടോ, എനിക്ക് പറ്റത്തില്ല. പക്ഷെ നാട്ടിലൊരു കല്യാണം വന്നാൽ നമ്മൾ ലീവ് എടുക്കത്തില്ലേ? എടുക്കും. നമ്മുടെ പ്രയോറിറ്റി അവിടുത്തെ വിഷയം. ദൈവം ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോഴുള്ള നമ്മുടെ മനോഭാവവും നമ്മുടെ സ്വയം ഇഷ്ടപ്പെട്ട മനോഭാവം തമ്മിൽ രണ്ടും രണ്ടാണ്. നമ്മളെ പ്രയോറിറ്റി തിരിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രയോറിറ്റിയിൽ ഏറ്റവും താഴെ കൊണ്ടുവന്ന വിഷയം എന്നറിയോ? ദൈവത്തിന്റെ കാര്യമാണ്. ദൈവം നമ്മളോട് അനുസരിക്കാൻ പറഞ്ഞ കാര്യമാണ്. ബാക്കി നമ്മൾ എന്ത് പറയും? ദൈവമേ അങ്ങക്ക് എന്റെ അവസ്ഥ അറിയാം. കർത്താവ് എന്ന് പറയാം, എനിക്ക് മോടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാ, നിന്റെ കിടക്ക വിട്ടുകളയണം. അതായത്